ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിന്ന് പ്രത്യേകത എന്നറിയോ? ഇന്ന് ഇത് രാത്രിയല്ല, ഇത് രാവിലെയാണ്, ഏർലി മോർണിംഗ്. അപ്പോൾ ഇന്നാണ് നമ്മളുടെ ദുബായ് റണ്ണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോയാലോ? ബായോ. എൻ്റെ കൂടെ ഈ രണ്ടാൾക്കാർ ഒരു ചായക്കൊന്നുമില്ല, നടന്നോ? ഓക്കെ ഗൈസ്, ചായ കുടിച്ചാൽ ശരിയാവില്ല, അതുകൊണ്ടാണ്. രാവിലെ തന്നെ അവിടുത്തെ ഗ്യാസ് തീർന്നു. യെസ്, അല്ലല്ല, ടിക് 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 എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടല്ല. അല്ല, ഒരു ചായലും കുടിക്കാൻ വിചാരിച്ചായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം നമുക്ക് പോവാം. കുറേ പേര് പോയി. എത്ര പേരാ നോക്കിയേ? സമയം രാവിലെയാണ് 5:30. 2 ആൾക്കാർ. നമ്മളെ മെട്രോയിലൊക്കെ ഭയങ്കര തിരക്കാണ്. നിങ്ങളെങ്ങോട്ടാ പോകുന്നത്? ക്രോസ് ചെയ്യാനാ? ഓ, ഇവള് ഇതിലൂടെ ക്രോസ് ചെയ്യുള്ളൂ. പെർഫെക്ഷൻ്റെ ആളാ. എന്നാ ഇപ്പുറത്ത് കൂടെ പോയാൽ പോരെ? ഇവിടെ സിഗ്നൽ ഇല്ലേ? അപ്പുറത്ത് കണ്ടോ മെട്രോ? ഫുൾ ആൾക്കാർ. എല്ലാവർക്കും എനിക്ക് ടീഷർട്ട് കിട്ടി, ഇവർക്ക് കിട്ടിയില്ല. സംഭവം ക്രോസ് ചെയ്യാനുള്ള റണ്ണാണ്. എന്താടാ നമ്മൾ ഫുള്ളായിട്ടുണ്ട്. കണ്ടോ തിരക്ക്? കണ്ടോ ഗൈസ്? നാളെ അപ്ലൈ ചെയ്യാം. ഭയങ്കര ഐഡിയക്കാരൻ തന്നെ. തിരക്കുണ്ടോ? മെട്രോ റീചാർജ് ചെയ്യാത്ത 2 ഷൊണ്ണകൾ. ഞാൻ ചെയ്തത് അവിടെ വന്നിട്ടാ ചെയ്തത്. അത് മത്സരോട്ടം ഉടനെ തുടങ്ങി. മെട്രോയിൽ ഇപ്പോഴാണ് കയറാൻ പറ്റിയത്. അയ്യോ, ടൂ മച്ച് റഷ്. കയറാൻ പറ്റുന്നില്ല മെട്രോ. എൻ്റെ പോലെ നോക്കി. എനിക്കിതുവരെ പുറത്തിറങ്ങാൻ പറ്റിയില്ല. എന്തൊരു തിരക്കാന്നറിയോ? എവിടേക്കോ വന്ന് പെട്ട്. ഞങ്ങൾ 3 ആള് 3 വൈക്കായി. ഇനി എന്തൊക്കെ നടക്കുമെന്ന്. എൻ്റെ മോനെ എന്തൊരു തിരക്കാന്ന് നോക്കിയത്. ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് പെട്ടുപോയി. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. എൻ്റെ കൂടെയുള്ള 2 പേരും അപ്പുറത്ത് വേറെ ഏതോ എവിടെ ഇറങ്ങി, ഞാൻ ഇവിടെ വേറെ എവിടെ ഇറങ്ങി. ഇനി ഇങ്ങനെ ഇവിടെ നിന്ന് എത്തുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇത്രയും തിരക്കുള്ള മനുഷ്യന്മാരുടെ ഇടയിലേക്കാണ് പോകേണ്ടത്. കണ്ടോ, മെട്രോ സ്റ്റേഷൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുക. കാണാനൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ. ഇതൊക്കെ എത്ര പേരാ? നല്ലുണ്ട്. പക്ഷെ ഒറ്റയ്ക്ക് നിന്നിട്ട് അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി ഇവരെ കിട്ടി, കണ്ടുപിടിച്ചു. 2 തെന്നുകളെയും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിലെന്ന് കണ്ട് ഇവിടെ ആരും കൂടെ പോകുന്നത്? നല്ല കോലല്ലേ കാണാൻ. ഇത്രയും വാഷ്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാഷ്റൂംസാണ്. എൻ്റെ മക്കളെ, ഇതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒന്നും പറയണ്ട. ഭയങ്കര തിരക്കായിരുന്നു. എൻ്റെ കൂടെ വന്ന 2 പേര് സെക്കൻഡ് ടൈമോ തേർഡ് ടൈമോ ഇട്ടാണ് ദുബായ് റണ്ണിനെ വരുന്നത്. അതിന് മുന്നേ ഒക്കെ 1 ലക്ഷം ആൾക്കാർ 1.5 ലക്ഷം ആൾക്കാരൊക്കെ ഉണ്ടായുള്ളൂ എന്നാണ് തോന്നുന്നത് അവർ പറഞ്ഞത്. പക്ഷേ ഈ ഇന്നത്തെ കണക്ക് പ്രകാരം 2025 ഐ തിങ്ക് ഇറ്റ്സ് അബവ്
3 or 2 lakhs ഉറപ്പായിട്ടും അത്രയും ഉണ്ട്. കാരണം എന്തൊരു റഷായിരുന്നു എന്നറിയോ. എനിക്കറിയില്ല മെട്രോ എന്നൊക്കെ എങ്ങനെ കഴിച്ചിലായിട്ട് ഇവിടെ എത്തിയെന്നുള്ളത്. പക്ഷേ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ ഭയങ്കര രസമായിരുന്നു. കാരണം ഇങ്ങനെ ഇവരോടെ നടന്നു, എന്തൊക്കെയാ എത്ര പേരാണെന്നറിയോ, മക്കളെയും കുട്ടികളെയും വലിയവരും, പിന്നെ ഓരോരോ ലൈക്ക് കമ്പനി ബേസിൽ കുറേ കമ്പനീൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അങ്ങനെ കുറേ ആൾക്കാർ, പിന്നെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ആക്ച്വലി. പിന്നെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ കാണാം, അതാ വരുന്നു കുറേ. ഇതൊക്കെ നല്ല ദുബായിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഈ റോഡിൽ കൂടെ ഈ ഒരൊറ്റ ദിവസം മാത്രമേ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. ഐ തിങ്ക് ഷെയ്ഖ് ഷായിദ് റോഡ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഈ റോഡിൻ്റെ പേര്. അപ്പം ഇത് നേരെ ഈ റണ്ണ് പോയി അവസാനിക്കുന്നത് നമ്മൾ ബൂർജ് ഖലീഫേൻ്റെ അടുത്തേക്കാണ്. അപ്പോൾ അത്രയും ദൂരം നടന്നു. പിന്നെ തിരിച്ച് റിട്ടേൺ നമുക്ക് പേടിയായി. കാരണം തിരിച്ച് റിട്ടേണും ഇതേപോലെ കാടും മലയും കയറി വരാനുള്ളൊരു ധൈര്യം ഉണ്ടായില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ടിട്ടാണ് കാരാമയിൽ നിന്ന് കര കെട്ടിയിട്ട് നമ്മൾ എന്തിൽ കയറിയത്, മെട്രോയിൽ കയറിയത്. മെട്രോയിൽ കയറി എത്തിയപ്പോൾ തന്നെ ഞാനൊന്ന് എൻ്റെ കൂടെ വന്ന 2 പേര് 2 പ്രാവശ്യമായിട്ട് ഓരോ സ്റ്റേഷനിൽ ഇറക്കി. കാരണം ചില സ്റ്റേഷനിൽ അവർ നിർത്തിയില്ല, കാരണം അത്രയും റഷായതുകൊണ്ട് അവർ സ്റ്റോപ്പ് ചെയ്തില്ല. അങ്ങനെ 3 പേര് 3 സ്റ്റേഷനിലാണ് പോയി ഇറങ്ങി. അങ്ങനെ അവിടുന്ന് 3 ആളും കൂടെ ഒന്നിച്ചതാണ് സംഭവം നടന്നത്. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട്, ഞാൻ ഈ ദുബായിൽ ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈമാണെന്ന് എനിക്കറിയാമല്ലോ. എവിടെയെങ്കിലും പെട്ടുപോയാൽ എങ്ങനെ തിരിച്ച് വരണം എന്നുള്ളത് അറിയാം, ലൈക്ക് എങ്ങനെയെങ്കിലും തിരിച്ചെത്തിക്കോളും. പക്ഷേ എന്നാലും ഒരു ടെൻഷനായിപ്പോയി. ഇത്രയും ആൾക്കാരുടെ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇവരെ കണ്ടുപിടിക്കുമോ അല്ലെങ്കിൽ ഇതായിക്കും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നെറ്റും കഴിഞ്ഞു ഫോണത്തെ, ഒരുപാട് ബാലൻസും ഉണ്ടായില്ല. അയ്യോ ഞാൻ വെച്ച് പെട്ട്. പക്ഷേ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ച് വരെ അങ്ങനെ ഇവിടുത്തെ ഷോസും കാര്യങ്ങളും എല്ലാം കണ്ടു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10-15 കിലോമീറ്ററോളം നടന്നു. തിരിച്ച് നടന്നിട്ടാണ് വന്നത്. കാരണം മെട്രോയിൽ കയറാൻ ധൈര്യം 3 പേർക്കും ഉണ്ടായില്ല. അപ്പോൾ പിന്നെ 3 പേരും തീരുമാനിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ചെയ്തത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അടുത്ത കൊല്ലം ഞാൻ ഈ എക്സ്പീരിയൻസിന് പോയില്ല. കാരണം ക്ഷീണിച്ച് ചത്തു ഗൈസ്, ഒന്നും പറയണ്ട. അത്രയും നമ്മൾ രാവിലെ ഏർലി മോർണിംഗ് 5:30 എണീറ്റ് പോയതാണ്. തിരിച്ചു വരുമ്പോഴത്തേക്ക് അത്രയും സമയമായി. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ. ബാക്കി നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടോളൂ കേട്ടോ. പിന്നെ ഈ ടീഷർട്ട് നമുക്ക് ദുബായ് പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ എല്ലാവർക്കും. റണ്ണിനുള്ള എല്ലാവർക്കും ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഒന്നും കിട്ടില്ല. കാരണം അത്രയും പേരുണ്ടാവല്ലോ. പിന്നെ എനിക്ക് കിട്ടിയില്ലായിരുന്നു ആക്ച്വലി. പക്ഷേ എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ചേച്ചി ഇന്നലെ രാത്രി 12 മണിക്കാണ് ഒരു എക്സ്ട്രാ ടീഷർട്ട് ഉണ്ട് വേണമെന്ന് ചോദിച്ചത്. അതുകൊണ്ട് ഭാഗ്യത്തിന് എനിക്ക് ആ ടീഷർട്ട് കിട്ടി. അടിപൊളി ടീഷർട്ടാണ് കേട്ടോ, നല്ല കളറും അതേപോലെ തന്നെ അടിപൊളി ക്വാളിറ്റിയും. എന്തായാലും ദുബായ് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ മോശമാക്കില്ലല്ലോ അല്ലേ. എന്തായാലും എല്ലാവരും ആ ടീഷർട്ടും ആ വൈബും എല്ലാം കൊള്ളായിരുന്നു. എന്തായാലും ഒരു എക്സ്പീരിയൻസ് എന്ന നിലയിൽ ദുബായിലുള്ളൊരു മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു. അങ്ങനെ ഞങ്ങളെ റണ്ണ് കംപ്ലീറ്റ് ചെയ്തു. തിരിച്ച് നടക്കുകയാണ്. വിശന്നിട്ട് വയ്യ. ആ സാധനം ഇവിടെ അതാ വരുന്നത്. 5 കിലോമീറ്റർ വേല നടന്നിട്ടുണ്ട് നമ്മള്. ഇനിയിപ്പോ പിന്നെയും നടക്കാൻ പോകുന്നു തിരിച്ച്. മെട്രോ കയറാൻ വയ്യ, പേടിയാ. മെട്രോയിൽ എങ്ങനെ കുത്തി കയറിയെന്ന് എൻ്റെ അമ്മ ആലോചിക്കാൻ വയ്യ. ഇനി മെട്രോ കയറിയാൽ ചിലപ്പോൾ ഞങ്ങൾ റൂം എത്തില്ല. അതുകൊണ്ട് നടന്നു പോകാൻ വിചാരിച്ചു. ഇനി ഒരു തിരിച്ചൊരു 5 കിലോമീറ്റർ കൂടെ നടക്കണം. അപ്പോൾ കാണാം. ബൈ ഗൈസ്.